ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇത് കണ്ടില്ലേ, ഇതാണ് റീഫില്ലർ. ഇത് നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പ്രേ ഒക്കെ വലിയ വലിയ ബോട്ടിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര വെയിറ്റ് ഉള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാല്. നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പ്രേ ഈ ഒരു ചെറിയൊരു മിനി പാക്കിലേക്ക് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് മീഷോയിൽ നിന്നായിരുന്നു മേടിച്ചത്. ഇതിനകത്തില് എനിക്ക് 2 എണ്ണമാണ് കിട്ടിയത്. ഇതിനകത്തിൽ എനിക്ക് എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, കുറച്ചുണ്ട് കഴിച്ചത്. ഇത് ഞാൻ റീഫിൽ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിലാണ്. ഇത് പുതിയതാണ്. ഇത് 2 ഞാൻ ഒരുമിച്ച് മേടിച്ച് ഇത് ഞാൻ യൂസ് ചെയ്തു, പുതിയ യൂസ് ചെയ്തില്ല. ഇത് നമുക്ക് റീഫിൽ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ സ്പ്രേ ബോട്ടിലിന്റെ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട്. നമ്മൾ ആ സ്പ്രേ ബോട്ടിലിന്റെ അടപ്പ് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കപ്പം ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കുക. അത്രയും യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആയിട്ട് സാധനമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഗൈസ്, എന്റെ ആദ്യത്തെ പരീക്ഷണം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അതിനകത്തൊന്ന് കുറെ എന്റെ മുഖത്ത് വീണു ഗൈസ്. ഞാനത് വെച്ചത് എന്തോ ശരിയാവാത്തത് പോലെ എനിക്ക് തോന്നി. നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് പമ്പ് ആകുന്നുണ്ട് ഗൈസ്. അതിനകത്ത് എന്തോ ആയില്ല. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇന്നത്തെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചു നോക്കുക. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ റീഫില്ലേഴ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചാച്ചാ.